വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെന്ന മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് വീട്ടില് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെന്ന ആയിട്ടാണ്. അപ്പൊ ഹെന്ന തേച്ചാല് നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി നല്ല സിൽക്ക് ആക്കാനും അതുപോലെ സ്മൂത്ത് ആക്കാനും പിന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടാണ് ഈ ഹെന്ന. അപ്പൊ ഈ മൈലാഞ്ചി അതുപോലെ ഒറ്റയ്ക്ക് തേക്കുന്നതും നമ്മുടെ മുടിക്ക് നല്ലതാണ്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോഴാണെങ്കിൽ കുറെ പേര് കളർ ചെയ്യാനൊക്കെ നമ്മൾ ഹെന്ന യൂസ് ചെയ്യുന്നുണ്ട്. സോ കളർ വരാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒരു സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വരുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഞാനിപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഈ ഹെന്ന യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എനിക്ക് നന്നായിട്ട് ഹെയറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്തായാലും. പിന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. സോ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് ഹെന്ന മേക്കിംഗ് വീഡിയോ കാണാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ്. ഇതിപ്പോ വീട്ടിൽ നിന്ന് ഉള്ളത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ഉണക്കി പൊടിച്ചതാണ്. പിന്നെ ഉണക്കി പൊടിക്കുമ്പോൾ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ഇത് ഉണക്കി പൊടിക്കാന്. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഈ സൺലൈറ്റ് കൊണ്ടിട്ട് ഇത് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടൻസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ മാക്സിമം നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ഇത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൈലാഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടിക്ക് കളർ കൊടുക്കാൻ മാത്രമല്ല നമ്മൾ മൈലാഞ്ചി യൂസ് ചെയ്യുന്നത്. ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഹെയർ നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഷൈനിങ് ലുക്ക് തരാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ഹെയർ നല്ല തിക്കാക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹെന്ന സഹായിക്കും. അതുപോലെ തന്നെ മാസത്തിൽ ഇപ്പോൾ 2 വട്ടമൊക്കെ നമ്മൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ ഡാൻഡ്രഫ് മാറ്റാനും സ്കാൽപ്പിലുള്ള ചൊറിച്ചൽ മാറ്റാനും സ്പ്ലിറ്റൻസ് മാറ്റാനും ഒക്കെ നല്ലതാണ് മൈലാഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയ നെല്ലിക്കപ്പൊടിയാണ്. നിങ്ങൾക്ക് നെല്ലിക്ക ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉണക്കിയിട്ട് പൊടിക്കാവുന്നതാണ്. അപ്പോൾ ഈ നെല്ലിക്കപ്പൊടിക്കും ഒരുപാട് മുടിക്ക് നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ താരനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നെല്ലിക്കപ്പൊടി യൂസ് ചെയ്യും. ഇപ്പോൾ ഈ നെല്ലിക്കപ്പൊടി നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. അപ്പം ഹെന്നയിൽ ഈ നെല്ലിക്കപ്പൊടി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് വേറെ കിട്ടും. ഇത് ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ്. അപ്പൊ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ട് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെന്നയിൽ എടുക്കുന്ന ഒരു സാധനമാണ് ഈ ബീട്രൂട്ടിന്റെ ജ്യൂസ്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ട് ആണ്. അപ്പൊ ഈ ഒരു ബീട്രൂട്ട് നല്ല സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ട് വേണം എടുക്കാന്. ഇനി ബീട്രൂട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ തിളപ്പിക്കേണ്ടത്. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി അത് 1 ഗ്ലാസിന്റെ പരുവാവണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കട്ടൻ ചായയാണ്. അപ്പോൾ ഈ കട്ടൻ ചായ മുടിക്ക് നീളം കിട്ടാൻ സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് വേണം കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകണം. നന്നായിട്ട് കുറുകിയിട്ട് ഈ 1 ഗ്ലാസ് 1/2 ഗ്ലാസ് ആവണം. അതാണ് നമ്മുടെ ഹെന്നേന്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 8 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ തൈരിനും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം തൈരിലാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ കാൽഷ്യവും പിന്നെ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ താരന മാറ്റാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പിന്നെ തലയിലുള്ള ചൊറിച്ചിലൊക്കെ മാറ്റാനും ഈ തൈര് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ബീട്രൂട്ട് ജ്യൂസും പിന്നെ കട്ടൻ ചായയും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവാവും നമ്മുടെ ഒരു ഹെന്ന. ഇനി നമുക്ക് ഇതൊരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോ സ്റ്റോർ ചെയ്ത് ഒരു 24 hours നമുക്കിത്
വെക്കണം. അപ്പൊ ഇതാ അടുത്ത ദിവസം നോക്കിയപ്പോ ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ ഹെന്ന. അപ്പൊ അതിനകത്തേക്ക് നമ്മളൊരു 2 മുട്ടയുടെ വെള്ള ആഡ് ചെയ്യുക. മുട്ടയുടെ വെള്ളയ്ക്ക് നമ്മുടെ മുടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് താരനെ ഇല്ലാതാക്കാനും തലയോട്ടിലെ ചൊറിച്ചിൽ മാറ്റാനും മുടി കട്ടിയോടെ വളരാൻ വേണ്ടിയിട്ടും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ കൂടിയാണ് നമ്മുടെ ഈ മുട്ട. പിന്നെ സ്പ്ലിറ്റൻസ് മാറ്റാനും തലയിൽ അമിതമായിട്ടുള്ള എണ്ണമയം മാറ്റാനൊക്കെ ഈ മുട്ടയുടെ വെള്ള ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ മുടിക്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും പിന്നെ ഈ മുടിയിൽ എന്തെങ്കിലുമുള്ള അണുബാധകളൊക്കെ മാറ്റാനും അപ്പോൾ അതിനൊക്കെ ഈ ലെമൺ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മുടിവേരുകൾക്ക് നല്ല ബലം കൊടുക്കാനും സ്പ്ലിറ്റൻസ് തടയാനും എല്ലാം ഈ ലെമൺ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെന്ന നമ്മുടെ തലയിൽ തേക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനി തേച്ച് നോക്കാം. അപ്പം നമുക്ക് മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കുക. പിന്നെ തേക്കുന്നതിൻ്റെ മുന്നേ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസോ എന്തെങ്കിലും കാര്യങ്ങൾ ഇടുക, അല്ലെങ്കിൽ കയ്യിൽ കളറാവും. അപ്പം എനിക്ക് ഒരു ഗ്ലൗസ് കിട്ടിയുള്ളൂ, മറ്റേ ഗ്ലൗസ് അതാ ചെറുതെടുത്തോണ്ട് പോയി. അതെൻ്റെ ചേച്ചീൻ്റെ കുഞ്ഞുവാവയാണ്. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തേക്കാൻ നേരത്ത് നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത് തേക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ എല്ലായിടത്തും ആവാൻ അതായിരിക്കും നല്ലത്. ഓരോരോ ലെയറായിട്ട് മുടി എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ മെത്തേഡിൽ ഈസിയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷെ എല്ലായിടത്തും നമ്മുടെ ഈ ഹെന്ന ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തലയോട്ടിയിലും പിന്നെ ഹെയറിൻ്റെ പുറത്തും. അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. ഞാനിതിപ്പോൾ മാസത്തിൽ 2 വട്ടം ഞാൻ ഈ ഹെന്ന ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് ആദ്യം അത്ര മുടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടിക്ക്. പിന്നെ വേറെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനൊരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഈ ഹെന്നയും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതാ മുടി ഇങ്ങനെ പൊക്കി വെച്ച് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒരു 2 hours നമ്മൾ വെച്ചിരിക്കണം. പിന്നെ മൈലാഞ്ചിന് തണുപ്പ് അധികം പറ്റാത്തവർ ഇതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 hour കഴിഞ്ഞ് കഴുകിക്കളയാം. സോ ഞാൻ 2 hours കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഷാമ്പൂ യൂസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഡോവിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ. പിന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹെയറിൽ. പിന്നെ മുടി എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.